നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒട്ടുമിക്ക PSC പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് കേരള ഹിസ്റ്ററിയുടെ പാർട്ടായിട്ട് നമ്മൾ പഠിച്ചു വച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആര്? എന്താണ് ചോദ്യം? ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആര്? ആരാണ്? ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണി എന്നാണ് പേര്. എന്താണ്? ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരിയാണ് ആറ്റിങ്ങൽ റാണി. 5 തെങ്ങ് ഏത് ജില്ലയിലാണ്? 5 തെങ്ങ് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ പ്രതിഷേധം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യ പ്രതിഷേധമാണ് 5 തെങ്ങ് കലാപം. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യ പ്രതിഷേധമാണ് 5 തെങ്ങ് കലാപം. 5 തെങ്ങ് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? അനുമതി നൽകിയത് ആറ്റിങ്ങൽ റാണിയാണ്. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ 1697 നവംബർ മാസത്തിൽ നടന്ന കലാപമാണ് 5 തെങ്ങ് കലാപം എന്ന് പറയുന്നത്. അപ്പം എന്നാണ് ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ 1697 നവംബറിൽ നടന്ന കലാപമാണ് 5 തെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ പ്രതിഷേധമാണിത്. വേണാട്ടിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രധാന പണ്ടകശാലയായിരുന്നു ഏത്? 5 തെങ്ങ്. തിരുവനന്തപുരത്താണ് 5 തെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് കലാപത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. 1695 ബ്രിട്ടീഷുകാർ 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചു. കോട്ട പണിയാൻ അനുമതി നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ റാണിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 ക്വസ്റ്റ്യൻസിൽ നിന്നും 5 തെങ്ങ് കലാപവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം, ആറ്റിങ്ങൽ റാണിയാണ് ബ്രിട്ടീഷുകാർക്ക് 5 തെങ്ങിൽ കോട്ട പണിയാനായിട്ട് അനുമതി നൽകിയത്. 5 തെങ്ങ് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ പ്രതിഷേധമാണ് ഏത്? 5 തെങ്ങ് കലാപം. അപ്പം കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യ പ്രതിഷേധമാണ് ഏത്? 5 തെങ്ങ് കലാപം. ഇത് 1697 നവംബറിൽ നടന്ന കലാപമാണ് 5 തെങ്ങ് കലാപം. കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് ഈ ഒരു കലാപത്തിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്. 1695 കേട്ടോ ബ്രിട്ടീഷുകാർ 5 തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചത്. ഏതാണ്? 1695 കോട്ട പണി കഴിപ്പിച്ച് 2 വർഷം കഴിഞ്ഞിട്ടാണ് 5 തെങ്ങ് കലാപം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ പ്രതിഷേധം ഏതാണ്? അത് 5 തെങ്ങാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യ പ്രതിഷേധം 5 തെങ്ങ് കലാപവും കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോൾഡ് ആണ്. ആരാണ്? ഗിഫോൾഡ് ആണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത് 1723 നമുക്ക് എന്താണ് ആറ്റിങ്ങൽ കലാപം എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. ഇതെവിടെയാണ്? 1721 ഏപ്രിൽ 15 ആറ്റിങ്ങലിൽ നടന്നു. 1721 ഏപ്രിൽ എന്നാണ്? ഏപ്രിൽ 15 എന്നാണ് 1721 ഏപ്രിൽ 15 ആറ്റിങ്ങലിൽ നടന്നു. ഇതൊരു ആസൂത്രിത കലാപമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം എന്ന് നമ്മൾ എടുത്തു പറയാനുള്ള കാരണം അതാണ്. ആദിത്യവർമ്മയായിരുന്നു അന്ന് വേണാടിൻ്റെ ഭരണാധികാരി.
കലാപത്തിൽ വെച്ച് ഗിഫോൾഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും 150ഓളം ബ്രിട്ടീഷുകാരും കൊല്ലപ്പെടുകയുണ്ടായി. ഈ ഒരു കലാപത്തെ തുടർന്ന് 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു. ഉടമ്പടിയിൽ എന്താണ്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് അലക്സാണ്ടർ ഒമ്മാണ് ഒപ്പുവെച്ചത്. അപ്പോൾ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് അലക്സാണ്ടറുമാണ് വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. വേണാട് ഉടമ്പടിയുടെ വർഷം എന്നാണ്? 1723. ആറ്റിങ്ങൽ കലാപം 1721. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോൾഡ്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. കേരളത്തിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം കൂടിയാണ് ആറ്റിങ്ങൽ കലാപം. അങ്ങനെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണെങ്കിലും കേരളത്തിൽ ബ്രിട്ടീഷുകാർ നേരിടേണ്ടി വന്ന ആദ്യത്തെ പ്രതിഷേധം ഏതെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അഞ്ചുതെങ്ങ് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? അത് ആറ്റിങ്ങൽ റാണി അല്ലെങ്കിൽ ഉമയമ്മ റാണിയാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം എന്നാ? അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. അപ്പോൾ ഒരു ചോദ്യം കൂടി അവിടെ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതാണ് ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കോട്ട പണി കഴിപ്പിച്ച വർഷം എന്നാണ്? 1695. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് ആരാണ്? മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് TL സ്ട്രേഞ്ച് ആണ്. ആരാണ്? TL സ്ട്രേഞ്ച് ആണ് മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത്. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതി ഏതാണ്? മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ നോവൽ ഏതാണ്? സുന്ദരികളും സുന്ദരന്മാരുമാണ് മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഉറൂബ് എഴുതിയ നോവൽ. അപ്പോൾ മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കുമാരനാശാൻ ദുരവസ്ഥ എഴുതി. മലബാർ കലാപം പശ്ചാത്തലമാക്കിക്കൊണ്ട് ഉറൂബ് എഴുതിയ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് TL സ്ട്രേഞ്ച് ആണെങ്കിൽ മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഉപ്പു സത്യാഗ്രഹത്തിൽ കേളപ്പൻ അറസ്റ്റിലായതിനു ശേഷം നേതൃത്വം ഏറ്റെടുത്തത് ആരാണ്? ഉപ്പു സത്യാഗ്രഹത്തിൽ കേളപ്പൻ അറസ്റ്റിലായതിനു ശേഷം നേതൃത്വം ഏറ്റെടുത്തത് മൊയ്യാരത്ത് ശങ്കരനാണ്. ആരാണ്? മൊയ്യാരത്ത് ശങ്കരനാണ്. ഉപ്പു സത്യാഗ്രഹം തമിഴ്നാട്ടിൽ C രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുത്ത മലയാളി ആരാണ്? G രാമചന്ദ്രനാണ്. ഉപ്പു സത്യാഗ്രഹം തമിഴ്നാട്ടിൽ നടന്നപ്പോൾ ആരുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ? C രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുത്ത മലയാളിയാണ് G രാമചന്ദ്രൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കാം. മലബാർ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയത് TL സ്ട്രേഞ്ച് ആണ്. മലബാർ കലാപം പശ്ചാത്തലമാക്കിക്കൊണ്ട് കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപം പശ്ചാത്തലമാക്കി ഉറൂബ് എഴുതിയ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. മലബാറിലെ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ. ഉപ്പു സത്യാഗ്രഹത്തിൽ കേളപ്പൻ അറസ്റ്റിലായതിനു ശേഷം നേതൃത്വം ഏറ്റെടുത്തത് മൊയ്യാരത്ത് ശങ്കരനാണ്. ഉപ്പു സത്യാഗ്രഹം തമിഴ്നാട്ടിൽ C രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുത്ത മലയാളിയാണ് ആര്? G രാമചന്ദ്രൻ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇത് മിക്ക പരീക്ഷകളിലും ഇതിലുള്ള ഇന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് പലതും ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇനിയും ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഈ ക്ലാസ് ഒന്ന് ആവർത്തിച്ച് കേട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.